ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മളെ എർത്ത് ബെഞ്ച് അതുപോലെ കോപ്പർ ഇത് രണ്ടും ലെഡ് പൂശുന്നതും പൂശാത്തതുമായിട്ടുള്ള ഒരു വ്യത്യാസത്തെയാണ്. ഇതിപ്പോൾ നമ്മളൊരു ലെഡ് പൂശാത്ത ഒരു എർത്ത് ബെഞ്ചാണ്. അതിൽ നമ്മൾ കോപ്പർ ക്രിമ്പ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിനൊരു സ്ക്രൂ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് ഈ ക്ലാവ് പിടിച്ച ഒരു കോപ്പർ സിങ്കുമായിട്ട് ഓക്സിജനായി സിങ്കായി കഴിഞ്ഞാൽ അത് ക്ലാവ് പിടിക്കും, അത് സ്വാഭാവികമാണ്. അപ്പോൾ അത് ക്ലാവ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രിമ്പ് ചെയ്യുന്നത്, പൂശുന്നത്. അതായത് ലെഡ് അതിൻ്റെ മേലെ പൂശിയിട്ട് നമ്മൾ ബൂട്ടൺ ഗ്യാസ് വെച്ചിട്ട് നമ്മൾ ഹീറ്റാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ എർത്ത് ബെഞ്ചിന് കൊടുക്കുന്ന പ്ലഗും അതിൻ്റെ സ്ക്രൂവും അത്രയും ഹെവി ആയിരിക്കണം. കാരണം ഒന്ന് ഇളക്കി വലിച്ചാൽ വെറുതെ നമ്മൾ ചെറിയ സ്ക്രൂ ഒന്നും വെച്ചിട്ട് കാര്യമില്ല. അത്യാവശ്യം നല്ല ബലത്തിൽ തന്നെ നല്ല ബോൾട്ട്, നമ്മളെ WCക്കൊക്കെ വരുന്ന അതുപോലുള്ള ബോൾട്ട് തന്നെ ഇതിന് നമ്മൾ ചുമരിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ തന്നെ ഇത് നല്ല ഫിക്സഡായിട്ട് ഉറപ്പായിട്ട് നിൽക്കുള്ളൂ. അതേപോലെ ലെഡ് ചെയ്യുന്നത് നമ്മൾ ഈ സോൾഡറിങ് പെയിൻറ്റ് ഏകദേശം 1/2 ലിറ്ററാണ് വരുന്നത്. ഇത് ഈ പേസ്റ്റ് രൂപത്തിലാണ് ഉണ്ടാകുക. അപ്പോൾ ഇതിനെ നമ്മൾ നല്ലോണം ലിക്വിഡ് ആക്കണം. ഇതിൻ്റെ ഉള്ളിൽ നല്ലോണം കുറച്ച് വെള്ളത്തിലാണ് ഉണ്ടാകുക. അത് നല്ല ഇളക്കിയിട്ട് ആ ലിക്വിഡ് രൂപത്തിലാക്കണം. കാരണം മെൽറ്റായി ഉറച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുക. അപ്പോൾ ഇത് നല്ല ലിക്വിഡ് രൂപത്തിലാക്കിയിട്ട് വേണം നമ്മൾ ചൂടാക്കാൻ ഉദ്ദേശിച്ച, അതായത് പൂശാൻ ഉദ്ദേശിച്ച ആ സാധനം എടുക്കുക. അതായത് എർത്ത് ബെഞ്ചായിക്കോട്ടെ, കോപ്പർ സ്ട്രിപ്പ്, അല്ലെങ്കിൽ കോപ്പർ, എന്തൊരു വസ്തുവാണെങ്കിലും അത് എടുത്തിട്ട് അതിൻ്റെ മേലെ നിങ്ങൾക്ക് ബ്രഷ് വെച്ച് ചെയ്യാം കേട്ടോ, ബ്രഷ് വെച്ച് ചെയ്യുക. അതല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് എന്തെങ്കിലും കത്തിയോ എന്തുമാതിരിയുള്ള സാധനം വെച്ച് നമ്മളിങ്ങനെ പേസ്റ്റ് ആക്കുക. അപ്പോൾ മൊത്തത്തിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. രണ്ട് സൈഡും നല്ല രീതിയിൽ ആ ഹോൾസുകളും പട്ടയിലൊക്കെ ആകുന്ന രീതിയിൽ രണ്ട് സൈഡും തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് വേണം നമ്മൾ ഗ്യാസ് വെച്ച് ഹീറ്റാക്കാൻ. അപ്പോൾ ബൂട്ടൺ ഗ്യാസ് വെച്ചിട്ട് നമ്മൾ ഹീറ്റാക്കി കഴിഞ്ഞാൽ ഇത് ഉരുകുന്നതോട് കൂടിയിട്ട് ഇതിൻ്റെ ആ ക്ലിയറായിട്ടുള്ള ലെഡ് ഇതിൽ ഒരു കോട്ടിംഗ് ആയിട്ട് കോപ്പറിൻ്റെ മേലെ നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം ഇത് ചൂടാക്കണം. അപ്പോൾ ഒരേമാതിരി ഹീറ്റാക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അത് ഹീറ്റാക്കി കഴിഞ്ഞാൽ ഒരു സൈഡ് മാത്രം ഹീറ്റാക്കിയാൽ മതി കേട്ടോ. രണ്ടാമത്തെ സൈഡ് മറിച്ചിട്ട് ഹീറ്റാക്കേണ്ട ഒരാവശ്യമില്ല. മൊത്തത്തിൽ ഈ സ്ട്രിപ്പ് നല്ലോണം ഹീറ്റായി കഴിഞ്ഞാൽ ലെഡ് ഇതിൻ്റെ മേലെ ഉരുകി ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ വേസ്റ്റ്, ഈ കരിയൊക്കെ ഇതിൻ്റെ മേലെ കൂടെ ഒലിച്ച് പുറത്തേക്ക് വരും. അപ്പോൾ അതുവരെ നമ്മൾ ചൂടാക്കണം. അപ്പോൾ ശരിക്കും നമുക്ക് ചൂടാക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ചൂടായി കഴിഞ്ഞാൽ ഇതിന്മേൽ പിടിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ. ഇത് നന്നായിട്ട് വെള്ളം പോലെ ഈ കരി, ഇതിൻ്റെ വേസ്റ്റ് നമ്മൾ ലെഡായ്മ പിടിച്ച് കഴിഞ്ഞാൽ ശരിക്ക് അത് ഉരുകി ഒലിക്കാൻ തുടങ്ങും. അതായത് അതിൻ്റെ വേസ്റ്റ്. അപ്പോൾ നമ്മളവിടെ നിർത്തിയതിൻ്റെ ശേഷം നമ്മൾ രണ്ട് സൈഡും നല്ല തുടച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഗ്രേ കളറ് മാറുന്നത് വരെ, ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗ്രേ കളർ മാറി കറുത്ത കളറാകുന്നത് വരെ, അതാണ് ഇതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ആ കണ്ടീഷൻ വരെ നമ്മൾ എന്ത് ചെയ്യുക, ഇതേമാതിരി ഉരുക്കുമ്പോൾ നല്ലോണം ചൂടാക്കുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ആ വേസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി നിൽക്കും. അതായത് വെള്ളം രൂപത്തിൽ സൈഡിലേക്കൊക്കെ ഒലിക്കാൻ തുടങ്ങും. അതുവരെ നമ്മളിത് ചൂടാക്കിയാൽ മതി. ഇപ്പോൾ കറക്റ്റ് ചൂടായിട്ടുണ്ട്. നമ്മൾ ആ ടാറ് മാതിരിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് ചിലപ്പം കുട്ടികളൊക്കെ പോരേണ്ടതാണ്. അല്ലെങ്കിൽ കോട്ടൺ വെച്ച് തുടയ്ക്കുക. കോട്ടൺ വെച്ച് തുടച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയാവും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നല്ല ചൂടുണ്ടാവും കേട്ടോ. ശരിക്ക് നമ്മൾ 200 ഡിഗ്രീൻ്റെ അടുത്ത് ഹീറ്റാക്കിയിട്ടാണിത് മെൽറ്റ് ആവുന്നത്, ഇതിൻ്റെ മേലെ ഉരുകി പിടിക്കുന്നത്. അപ്പോൾ അത്രയും നല്ല ചൂടുണ്ടാവും. അപ്പോൾ പ്ലെയറൊക്കെ ആയിട്ടൊക്കെ പിടിച്ച് ഇതേമാതിരി നല്ല ഗ്ലേസിങ്ങിലുണ്ടാവും. ഇങ്ങനെ ഗ്ലേസിങ്ങിൽ കോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ക്ലാവ് പിടിക്കുന്നതിന് പ്രസക്തിയില്ല, ക്ലാവ് പിടിക്കില്ല. പിന്നെ നേരത്തെ നമ്മൾ കാണിച്ച പോലുള്ള ക്രിമ്പിങ്ങും നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ സോൾഡറിങ് കണക്ടറിൻ്റെ ഉള്ളിലേക്ക് ലെഡ് കറക്റ്റ് വെച്ചിട്ട് ഉരുക്കിയിട്ട് ഹീറ്റാക്കുമ്പോൾ ലെഡ് അതിൻ്റെ ഉള്ളിൽ ഉരുകുമ്പോൾ കോപ്പർ കറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കുത്തി കൊടുത്തിട്ടാണ് നമ്മൾ മെൽറ്റ് ആകുമ്പോൾ നേരെ ഇതിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ എർത്ത് ഫോൾട്ട്
ഒരു ഫോൾട്ടി ആയിട്ടുള്ളൊരു കറണ്ട് വന്നു കഴിഞ്ഞാൽ മാക്സിമം ഭൂമിയിലേക്ക് ഡിസ്ചാർജ് ചെയ്യാൻ 99.9% നമ്മളെ എർത്ത് ബെഞ്ച് എപ്പോഴും റെഡി ആയിരിക്കും. അത്രയും പെർഫെക്റ്റ് ആയിട്ടായിരുന്നു നമ്മൾ ഈ പരിപാടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ കണ്ടക്ടിവിറ്റി കുറവ് എന്നുള്ളത് 100% കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കും. ഇതിന് കുറവ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല. പിന്നെ ഈ ബോൾട്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ പെട്ടെന്നൊരു പിടുത്തം പിടിച്ചാൽ ഇതുകൊണ്ട് ഊരിപ്പോരരുത്. അപ്പോൾ അത്രയും സ്ട്രോങ്ങിലായിരിക്കണം ഇത് വെക്കുന്നത്. പിന്നെ ഇത് ചൂടാക്കിയിട്ട് ഇത് ചൂടാറാൻ വേണ്ടി നമ്മൾ വെള്ളത്തിലൊന്ന് മുക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഗ്രിപ്പൊക്കെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതൊന്ന് മുക്കണേ, വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കിയിട്ട് പിന്നീട് എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള കണക്ടറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കാം. അപ്പം നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡ് ഇങ്ങനെയാണ്, ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലുള്ള കണക്ടർ, അതായത് 8ൻ്റെ കോപ്പറാണെങ്കിൽ നമ്മൾ 25ൻ്റെ കണക്ടറാണ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ലെഡിൻ്റെ ഒന്നുകിൽ ലെഡ് ആ വയറെടുത്ത് പിരിച്ചിട്ട് ഗ്യാസ് വെച്ച് ചൂടാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് തിളച്ച് ലെഡ് ഒഴിക്കും. ആ ഒഴിച്ചിട്ട് ഈ കോപ്പർ നേരെ അതിലേക്കാണ് കുത്തലാണ്. നേരാണ്ട് കുത്തി പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ സെറ്റായി നിൽക്കും. പിന്നെ അതേമാതിരി ഒരു ഹീറ്റ് വന്നാൽ മാത്രമേ ഈ സാധനത്തിൽ നിന്ന് വിട്ടുപോരുള്ളൂ. അതായത് ഒരു 200 ഡിഗ്രിയെങ്കിലും ടെമ്പറേച്ചറിൽ ഇത് ചൂടാവേണ്ടി വരും, എന്നാൽ മാത്രമേ ഈ ലെഡ് ഉരുകുള്ളൂ. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇതിനുള്ളിൽ നിൽക്കും, ക്ലാവ് പിടിക്കില്ല. മറ്റേത് നമ്മൾ വെറുതെ വെച്ച് ക്രിമ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ആ കോപ്പർ 100% ക്ലാവ് പിടിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്ന ഒരു രീതി. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എർത്തിങ്ങിൻ്റെ കാര്യത്തിൽ 100% നമുക്ക് ഉറപ്പ് കൊടുക്കാം. എർത്ത് ഫോൾട്ട് വന്നിട്ട് ഒരു അപകടം ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലുള്ള ലെഡും കോപ്പറും ബൂട്ടൺ ഗ്യാസൊക്കെ വെച്ച് മാക്സിമം എർത്ത് നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.